ഗൈസ് വെൽക്കം ബാക്ക്. നമസ്കാരം. നന്നാവാനുള്ള ഒരു തീരുമാനമില്ല എന്ന് മനസ്സിലായി. നന്നാവാനുള്ള തീരുമാനേ ഇല്ല. എന്താ പറയുക, ഇങ്ങനത്തെ കളി പോലും ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഭയങ്കര മോശമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിരിക്കും. നല്ല സങ്കടമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇന്ന് കളിച്ചു കൂട്ടിയത്. ഡിഫൻസ് ഇത്രയും കാലം ഒനാനെയും ഡിഫൻസിനെയും എടുത്ത് എന്താ പറയുക പൊക്കിയെടുത്ത് നടന്നതായിരുന്നു. അതിനിന്ന് കാണിച്ചു തന്നവർ. ആ സെക്കൻഡ് ഹാഫിൽ വന്ന 2 ഗോളും എന്തിനാണ് ആ 2 ഗോൾ വാങ്ങിയത്, വാങ്ങിയതെന്ന് പോലും മനസ്സിലാവുന്നില്ല. അട്ടർ വേസ്റ്റ് എന്നല്ല പറഞ്ഞാൽ ഒനാന ഇന്ന് ആ പഴയ ലാസ്റ്റ് സീസണിൽ ആ പ്രൈം ഒനാനയായി മാറി. ഫുള്ള് വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാസ്റ്റ് ഡൈയിങ് മിനിറ്റ്സിൽ ചങ്ങായി കളിച്ചാൽ കണ്ടിട്ടില്ല, ബോൾ കൊണ്ട് ഓനിക്കറിയാം അത് കുറച്ചുകൂടി ബാക്കിൽ ഇട്ടിട്ടാണ് ഫ്രീ കിക്ക് എടുക്കേണ്ടത്. പിന്നെയും ഫ്രണ്ടിലോട്ട് പോയി 40 സെക്കൻഡ്സ് ആയിട്ട് അവിടെ വേസ്റ്റ് ആക്കിയത്. എന്നിട്ട് അടിച്ചതോ നല്ല മനസ്സിനെ കൊടുത്ത മഗ്വയറിന് ഒരു ഉപകാരം എന്ന് പറഞ്ഞത് ഇന്ന് ഡിഫൻസിനെ കൊണ്ട് ആകെ എടുത്ത് പറയാൻ ഇന്നത്തെ കളിയിൽ ഒരേ ഒരു പ്ലെയർ മാത്രമേ ഇന്ന് കളിച്ചിട്ടുള്ളൂ, ഉഗാർട്ടെ മാത്രം. ബാക്കി എല്ലാത്തിനെയും എടുത്ത് വെളി കാരണം ഗർനാച്ചോക്കെ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വേസ്റ്റ് പ്ലെയർ അറ്റാക്കാണ്. ഓനെല്ലാം എന്തിനാണ് കളിക്കുന്നത്? ആ ലെഫ്റ്റ് വിങ്ങിൽ കളിയേ വന്നിട്ടില്ല. അമാദിൻ്റെ അടുത്ത് മാത്രമേ ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊരു മൂവ്മെൻറ്റ്സ് വന്നിട്ടുള്ളൂ. പ്രത്യേകം എടുത്തു നോക്കിയാൽ മതി. ലെഫ്റ്റിലേക്ക് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ പ്ലേയേഴ്സ് പോകുന്നേ ഇല്ല. കാരണം അവർക്ക് തന്നെ അറിയാം ഗർനാച്ചോ ആടുന്നു ഒരു മണ്ണാങ്കട്ടിയും ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു, ഒരു ഉപകാരവും ഇല്ല. ആകെ കിട്ടിയ ഒരു ഷോട്ട് അതും ഗോളിയുടെ കയ്യിലായിരുന്നു. അത് എന്താണത് 1-on-1 അതുപോലും എനിക്ക് അടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേങ്കിൽ അത് ഭാഗ്യത്തിന് ഹോയിലുണ്ട് അവിടെ ഉള്ളതുകൊണ്ട് ആ ഒരു ഗോൾ കയറി. പിന്നെ രണ്ടാമത്തെ ഗോൾ ബ്രൂണോ അടിച്ചത് അത് പിന്നെയും ഓക്കെ എന്ന് പറയാം, നല്ലൊരു ഗോൾ തന്നെയായിരുന്നു. ഓക്കെ എന്നല്ല, നല്ല ഗോൾ തന്നെയായിരുന്നു. പക്ഷേ ആ 2 ഗോൾ വാങ്ങിയത് അടുപ്പിച്ചിട്ട് വാങ്ങിയത് ഡിഫൻസിൻ്റെ മിസ്റ്റേക്ക് 100% എടുത്ത് പറയേണ്ടത് തന്നെയാണ്. എടുത്ത് പറയേണ്ടതാണ്. ക്ലിയർ ചെയ്യാൻ പോലും പറ്റാണ്ട് 2 പേര്, ഡിലൈറ്റും നോക്കിയതിന് മാർട്ടിനസ് നോക്കിയതിന് അതിൻ്റെ കൂടെ ഒനാനയും എന്താണിന്ന് കളിച്ചു കൂട്ടിയത് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇതൊക്കെ ജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ജയിക്കാൻ പറ്റുക? ഇനി എപ്പോഴാണ് ജയിക്കാൻ പറ്റുക? ഒരു ഐഡിയ കിട്ടുന്നില്ല. ഫോറസ്റ്റ് ഈ സീസണിൽ അടിപൊളി കളിയാണ്, സെറ്റായിരുന്നു, ഓക്കെയാണ്, അതൊക്കെ എല്ലാം സമ്മതിച്ചു തരാം. പക്ഷേങ്കിൽ ഇതേ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ ടോപ്പ് 6 ഒരു ടീമിൻ്റെ കൂടെ പോലും നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് ജയിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് നമ്മൾ എടുത്തു കളയേണ്ടത്. ഇപ്പോൾ നമ്മൾ ടോപ്പ് 6 ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടോപ്പ് 6 ടീം അല്ലാണ്ടായി. ഈ പ്ലെയേഴ്സാണ് എല്ലാത്തിനും കാരണം. പ്ലെയേഴ്സാണ്. പണ്ട് മുതലേ എല്ലാവരും പറയുന്നതാണ് മാനേജേഴ്സിനെ മാറ്റിയിട്ട് ഒരു കാര്യമില്ല. പക്ഷേങ്കിൽ ആ ടെൻഹാഗിനെ മാറ്റിക്കൊണ്ട് കുറച്ച് കളിയൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതടി ആസ് യൂഷ്വൽ പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. എന്തെന്നാ പറയുക, ഒരു രക്ഷയും ഇല്ല എന്ന് പറഞ്ഞാൽ നോട്ടിംഗ്ഹാം ലീഡ് ചെയ്യുന്ന ടൈമിൽ പോലും അവന്മാരെ പ്രസ് കണ്ടിനാ. ഡിഫെൻഡ് ചെയ്യേണ്ടടുത്ത് അവർ സപ്പോർട്ട് നല്ല ഡിഫെൻഡും ചെയ്യുന്നുണ്ട്. അറ്റാക്കിൻ്റെ അടുത്ത് വരുന്നവരാണെങ്കിൽ അമ്മാതിരി പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ പ്ലേയേഴ്സ്, റാഷ്ഫോർഡ് സബ് ഇറങ്ങി വന്നിട്ട് എന്താ കളിക്കുന്നത്, സിറിക്സി വന്നിട്ട് എന്തൊക്കെയാണ് കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറിക്സി ഒന്നും എവർട്ടൻ്റെ കൂടെ 2 ഗോൾ അടിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ച് സിറിക്സി അങ്ങ് എത്തിപ്പോയി. എവിടെ ഒരു മാറ്റവും ഇല്ല. ചങ്ങായി ബോളൊന്ന് കാലിൽ വെക്കുന്നില്ല, കിട്ടിയ അപ്പം തന്നെ അടിച്ച് വേഗം എനിക്ക് ബോൾ വേണ്ട നിങ്ങൾ ആരെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന പോലെ കൊടുക്കുന്നത്. എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അവർ 1-ാം മിനിറ്റിൽ 1.5 മിനിറ്റിൽ ഗോൾ അടിച്ച് അത് പോട്ടെ, പക്ഷെ നമുക്ക് തിരിച്ചടിക്കാം. എന്താ കംബാക്ക് നമ്മൾ എത്രത്തോളം കംബാക്സ് നമ്മൾ നടത്തിയിട്ടുണ്ട്. തിരിച്ച് വരാനുള്ളതേ ഉള്ളൂ. പക്ഷെങ്കിൽ അത് വീണ്ടും ആ ലീഡ് ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാണ്ടാക്കാൻ ഇന്ന് ലീഡ് എടുത്തിട്ടേ ഇല്ല. ലീഡ് എടുക്കാൻ ശ്രമിച്ചിട്ട് തന്നെ ഇല്ല. അങ്ങനെ പറയണം. ഇന്നത്തെ ഡിഫൻസ് മോശം തന്നെ പറയാം. അട്ടർ വേസ്റ്റ്. ഒനാനേനെയൊക്കെ ഇന്ന് കയ്യിൽ കിട്ടിയ ഇങ്ങനെ ആ ഒരു ട്രോൾ റീലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കയ്യിൽ കിട്ടിയ പിടിച്ച് ഉയർച്ച് നല്ല ദേഷ്യമുണ്ട്. ഫുള്ള് വെറുപ്പിച്ച് കളഞ്ഞ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും റെലഗേഷൻ സോണിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഈ എന്താ പറയുക ബോട്ടം ഹാഫിൽ തന്നെ ഉണ്ടാവും. ടോപ്പിലേക്ക് പോവുകയില്ല. 10ൻ്റെ താഴെ തന്നെ. ഇപ്പം തന്നെ 14 ഉള്ളത്. അതിൻ്റെ താഴെ പോകാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും പോയിൻറ്റ്സ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട്
വെസ്റ്റ് ഹാമൊക്കെയാണല്ലോ താഴത്തുള്ളത്. അപ്പോൾ എന്ത് പറയാനാ, ഒരു ഡ്രോ ഒന്ന് പിന്നെ ഒന്ന് ഡ്രോ പിടിക്കുക, അവസാന ടൈമിലൊന്ന് മര്യാദയ്ക്ക് കളിച്ചൊന്ന് ഡ്രോ പിടിക്കുക, ഒരു മാറ്റവും ഇല്ലാണ്ട് ഇങ്ങനെ കളിക്കുക. അമോറിം അവൻ്റെ മാക്സിമം പുള്ളിക്കാരെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ ഇവന്മാർ തോന്നിയ പോലെ അങ്ങോട്ട് കളിക്കുക, ഇങ്ങോട്ട് ആ ഗർനാച്ചോനെയൊക്കെ എടുത്ത് മാറ്റി നല്ല ട്രാൻസ്ഫർ നടത്തണം, എല്ലാത്തിനും തൂക്കി വിറ്റിട്ട് കളിക്കാൻ ബാഡ്ജിന് വേണ്ടി കളിക്കുന്ന പ്ലെയേഴ്സ് വന്നില്ലെങ്കിൽ ഒരു രക്ഷപ്പെടലുമില്ല, ഒരു നന്നാവലുണ്ടാവില്ല. ഇനിയിപ്പോൾ അടുത്ത കളി യൂറോപ്പ ലീഗിലെ അവേ മാച്ചാണ്, അത് ഏതാ ടീമെന്ന് പോലും അറിയില്ല. അവിടെ പോയിട്ട് ഇനി എന്ത് തേങ്ങ കാണിക്കാനാണ്. സൺഡേ ആണെങ്കിൽ ഡെർബി, അതും എത്തിഹാദിൽ, അത് ഇതിൻ്റെ അപ്പുറത്തെ അവസ്ഥയായിരിക്കും. സിറ്റിയൊക്കെ കാത്തു നിൽക്കുന്നതായിരിക്കും, കാരണം ഇത്രയും മാച്ചസ് അവർ ഒന്ന് തോറ്റിട്ട് നമ്മളെ കൂടെ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് കപ്പടിച്ച പോലെയാണ്, കാരണം അത്രയും റൈവൽസാണ്. എന്താ പറയുക, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും കയറേണ്ടി വരില്ല, ആറാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാട്ടായിരിക്കും. അപ്പോൾ ശരി ഗൈസ്, അടുത്ത വീഡിയോയിൽ അടുത്ത കളി കഴിഞ്ഞിട്ട് കാണാം. എന്താ പറയുക, ബൈ.